ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ട് തൃശ്ശൂർ പൂരം നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങും അങ്ങനത്തെയൊക്കെയല്ലേ ആയിരുന്നു. ഇങ്ങനെ സാധാ ജോലിക്ക് പോണ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ചേട്ടൻ മുറ്റത്ത് തീ കത്തിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അരി എടുത്ത് കഴുകണം വെച്ചാൽ അത്യാവശ്യം നേരം വെളുത്തു. ചേട്ടന് മുമ്പേക്ക് ചോറ് വേവണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം തന്നെ അരി ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അരി ഒന്ന് കഴുകി അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നി ചായര വെള്ളം വെച്ചിട്ട് അരി ഇട്ടാൽ മതി. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അരി ഇട്ടാൽ പോരെ. അപ്പോൾ വേഗം ചായര വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. പനിയൊക്കെ മാറി കേട്ടോ. പക്ഷേ ചുമയുണ്ട്, ഇപ്പോഴും ചുമ മാറിയിട്ടില്ല. നമ്മുടെ ആദ്യത്തിന് നല്ല പനിയാണ്. 2 ദിവസമായിട്ട് എനിക്ക് പനി വന്നപ്പോൾ എല്ലാ ജോലി സഹായിച്ചത് ആദ്യത്തിനായിരുന്നു കേട്ടോ. പാത്രം കഴുകാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യത്തിനായിരുന്നു സഹായിച്ചിരുന്നത്. അപ്പോൾ ഡെയിലി വ്ളോഗില്ലാത്ത കാരണം ആ വിശേഷങ്ങളൊന്നും കൂട്ടുകാരോട് പറയാൻ പറ്റിയില്ല. കുറേ വിശേഷങ്ങൾ മിസ്സായി പോണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷമല്ലേ കൂട്ടുകാരോട് പറയണുള്ളൂ. അല്ലാണ്ട് അത്രയും ഉണ്ടായിരുന്ന ഇപ്പോൾ വിഷുവിന് വീഡിയോ പിടിച്ചതല്ലേ, പിന്നെ ഇങ്ങോട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൂരത്തിന് പോയതല്ലേ പിടിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറയാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ശബ്ദം കൊടുക്കുമ്പോൾ എൻ്റേതായ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് ശ്രീകുട്ടൻ ജോലിക്ക് പോണ ഒരു ദിവസം കൂടിയാണ്. അവൻ മുന്നേ ജോലിക്ക് പോയി കേട്ടോ, വേറൊരു സ്ഥലത്ത് ഒരു 4 ദിവസം പോയി ജോലിക്ക്. പക്ഷെ അത് ഭയങ്കര ചൂടും പുറത്തിരുന്ന് ആൾക്കാർ വരുന്നത് നോക്കിയിരുന്നിട്ട് അവരോട് വേഗം വർത്താനം പറഞ്ഞ് അവർക്ക് സെയിൽ ചെയ്യണം. ഒരു ബാഗിൻ്റെ ഒക്കെ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ PG ചെയ്യാനായിട്ട് മുന്നേ കുറച്ച് നാൾ അവന് ഫ്രീ ഉണ്ട്. അപ്പോൾ കുറച്ച് പോക്കറ്റ് മണിക്കൊക്കെ നല്ലതല്ലേ, പിള്ളേർ അങ്ങനെ പോണതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പറ്റുന്നവരൊക്കെ അത് അവർക്കൊരു എക്സ്പീരിയൻസുമാണ്, നമുക്കൊരു പോക്കറ്റ് മണിയുമാണ് കേട്ടോ. പിള്ളേരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കുമല്ലോ. അവൻ്റെ ആഗ്രഹങ്ങൾ വണ്ടി മേടിക്കണം എന്നാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ പരിപാടികൾ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ബൈക്ക് വാങ്ങിക്കണം. എന്താ വെച്ചാൽ ആൺപിള്ളേർക്ക് ജോലിക്ക് പോകുമ്പോൾ അവർ സമയം എപ്പോഴും 8:30-9 മണി പറയണത്. നമുക്കിവിടെ തൃശ്ശൂരിൽ നിന്ന് 8:20-നാണ് ലാസ്റ്റ് ബസ്. അത് കഴിഞ്ഞാൽ ബസ്സില്ല തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എന്തായാലും ബൈക്കില്ലാണ്ട് അവനൊരു ജോലി പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം ഉണ്ടാവുള്ളൂ. അങ്ങനെ ജോലിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വെറുതെ ടൈമും വേസ്റ്റ് ചെയ്ത് കുട്ടി വൈകുന്നേരം വരെ ഇരുന്നിട്ട് തീരെ ശമ്പളം ഇല്ലാണ്ട് പോയിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാം ഞാൻ അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്ന് ജോലിക്ക് പോയത് നമ്മൾ സീമാസിലാണ് കേട്ടോ. രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 9 മണി വരെ ഉണ്ട്. പക്ഷേ AC ഒക്കെ ആയതുകൊണ്ട് തന്നെ അവന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നു പോയ ജോലി സ്ഥലത്ത് ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ഭയങ്കര വിഷമം. 4 ദിവസം പോയുള്ളൂ, അത് നിർത്തി പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു സീമാസിലത്തെ. വേറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. ഫസ്റ്റ് അവന് ഇവിടെ കിട്ടണം തന്നെ ആഗ്രഹമായിരുന്നു. വിളിക്കാവോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിച്ചു, അവന് സന്തോഷമായി. നമ്മൾ വിചാരിച്ചു കൊടുത്ത ജോലി കിട്ടുമ്പോൾ ഒരു ഹാപ്പിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ഇന്ന് പോയി വന്നിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഫോണൊന്നും ഉണ്ടാവില്ല കയ്യിൽ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. അവൻ വേറെ സെക്ഷനിലാണ് നിർത്തിയത്. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ അത് രാവിലെ വെള്ളരിക്ക വെള്ളക്കറിയില്ലേ, നമ്മുടെ ഓലനാണ് കേട്ടോ വെക്കണത് ഇന്ന്. പിന്നെ ഒരു ചമ്മന്തിപ്പൊടിയും കൂടിയാണ് ഉണ്ടാക്കണത്. വലിയ വിഭവങ്ങളെന്ന് പറയാനില്ല. പിന്നെ വെള്ളയപ്പം, ചിക്കൻ കറി, അതുകൊണ്ട് കേട്ടോ. കറികൾക്കായിട്ട് ഇത് മാത്രമുള്ള ഓലം കൂട്ടി ഉച്ചയ്ക്ക് ചോറിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയൊരു ഐഡിയയിൽ വന്ന ചമ്മന്തിപ്പൊടിയായിരുന്നു. നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാ വെള്ളരിക്ക വിഷുവിന് 5 വെച്ചതായിരുന്നു. വിഷുവിന് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. തലേദിവസത്തെ ബിരിയാണി ചൂടാക്കി കഴിച്ച് മിണ്ടാണ്ടിരുന്നില്ല ആരുമില്ലാത്ത കാരണം. അപ്പോൾ അത് കാരണം കൊണ്ട് പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. തലേദിവസം വയ്ക്കണമെന്ന് വിചാരിച്ചാൽ അന്ന് നാളികേരം ഞാൻ നോക്കിയപ്പോൾ നല്ല നാളികേരമില്ല. ഓലനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നാളികേരം വേണം, നല്ല തേങ്ങാപ്പാലുള്ള നാളികേരം വേണം. നമ്മുടെ പണ്ടത്തെ ഓലൻ റെസിപ്പി കണ്ടിട്ട് 500 കമൻറ്റ് ഇട്ടേക്കണ് കണ്ടു. ഞങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വയ്ക്കാമെന്ന്. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് വയ്ക്കുക. പക്ഷേ ഇവിടുത്തെ അമ്മായിമ്മ തേങ്ങ അരച്ചിട്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വയ്ക്കുള്ളൂ. വിശേഷമില്ലാത്ത ദിവസങ്ങളിലൊക്കെ സൂത്രപ്പണിയിൽ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊക്കെ അരച്ചിട്ടൊക്കെ ചെയ്യാറ് പതിവുണ്ട് കേട്ടോ. അതൊരു എളുപ്പ വഴിയും ഒരു ലാഭിക്കലൊക്കെയാണ്. പണ്ടത്തെ അമ്മമാരൊക്കെ കുറേ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അപ്പോൾ ചെയ്യണ ഒരു സൂത്രപ്പണികളൊക്കെയാണത്. ശരിക്കും ഓലൻ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്ന് ഞങ്ങൾ 10 പേര്, ചേട്ടൻ്റെ ഓരും ഞങ്ങളും അമ്മയും അച്ഛനും 10 പേരായിരുന്നു അന്ന് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ അത് കറികളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെയാണ് ഒരു കറിയൊക്കെ ഉണ്ടാവുക. എത്ര വലുതാക്കി വെച്ചാലും നമുക്ക് എപ്പോഴെങ്കിലും പോരായൊക്കെ തോന്നും. 4 ആൾ താമസിക്കണ പോലെയല്ല.
10 പേരൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ അപ്പോഴത്തെ അമ്മയുടെ ഒരു സൂത്രമായിരുന്നു കേട്ടോ അത്. അങ്ങനെ വർത്താനം പറയണതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളരിക്ക തൊലിച്ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ സ്ലൈസറില്ലേ അതിലിട്ടിട്ട് ഒരു 3 ഇതാക്കിയിട്ട് അങ്ങോട്ട് ആക്കിയെടുക്കും കേട്ടോ. അപ്പം ഓലൻ എപ്പോഴും നല്ല കനം കുറഞ്ഞ് വേണം. അതൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഓലൻ വയ്ക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ ഓലനൊപ്പം എനിക്ക് തോന്നും കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നാണ് എനിക്ക് തോന്നാറ്. ഒരു രസമോ അല്ലെങ്കിൽ സാമ്പാറോ വേറെ ഒരു ഉപ്പേരിയോ ഒക്കെ വേണം. എന്നാലാണ് ഓലൻ തന്നെ എന്തായാലും നമുക്ക് ചോറുണ്ണാനൊന്നും പറ്റില്ല ഉച്ചയ്ക്കൊന്നും. നമ്മൾ വീട്ടിലിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതൊരു തൊടുകറി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെയിൻ കറിയായിട്ട് ഓലനെ നമുക്ക് കൂട്ടാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ 1-ാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചു. 2-ാം പാൽ ഒഴിച്ചിങ്ങാട്ട് ഞാൻ വെക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ ചട്ടിയിലിട്ട് വേവിക്കുകയാണ് ചെയ്തത്. ശരിക്കും എനിക്ക് കുക്കറിൽ അടിക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. നല്ല കുഴഞ്ഞ് കുമ്പളങ്ങ അങ്ങോട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ആ തേങ്ങാപ്പാലും കുമ്പളങ്ങയും കൂടി അങ്ങോട്ട് വല്ലാണ്ട് ചേരണ പോലെ തോന്നും. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്തോ ഒരു വിഷമം അവർക്ക് 2 പേർക്കും കൂടി ചേരാനായിട്ടുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ടു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം കുക്കറിൽ ഒന്നോ രണ്ടോ അടി അടിച്ചിട്ട് തുറന്ന് അതിൽ വെള്ളം വറ്റിച്ചിട്ട് 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് ഒന്ന് വറ്റിയതിന് ശേഷം പിന്നെ വീണ്ടും 1-ാം പാൽ ഒഴിക്കേണ്ടതായിരിക്കും ഓലന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പിന്നെ അതാ ഞാൻ ആ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര ഉണ്ടല്ലോ അത് വച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചു. ഇന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ എനിക്ക്. അപ്പോൾ തേങ്ങാപ്പീര വെറുതെ കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ചു. അതിലേക്ക് പിന്നെയും 2-ാമത് ഒഴിച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കണ പീര ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ്. അപ്പോൾ അതാ ഒരു നേരം കൊണ്ട് അപ്പോൾ അതവിടെ ചെറിയ തീയിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടിച്ചതല്ലേ, പെട്ടെന്ന് തന്നെ കരിയും അത് കാരണം ചെറിയ തീയാക്കി മാറ്റിയെടുത്തു. അപ്പോഴേക്കും ഇതാ ഇവിടെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ച്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി ഇട്ടു കേട്ടോ, അല്ലെങ്കിൽ അതങ്ങനെ പതഞ്ഞ് പൊന്തി പാല് പിരിയണ പോലെയാവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഇത് ചെറിയ തീയിലിട്ട കാരണം വല്ലാണ്ട് ഇളക്കൊന്നും വേണ്ട. അതിനിടയ്ക്ക് 1-2 പാത്രം ഉണ്ടായത് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. എന്നാലും ഞാൻ പോണ നേരത്തെ ഇപ്പോൾ മിക്ക ദിവസവും കുറേ ദിവസമായിട്ട് പാത്രം കഴുകാൻ പറ്റുന്നുണ്ടായില്ല. പനി പിടിച്ചപ്പം അങ്ങോട്ട് എൻ്റെ റൊട്ടീനൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. 1-2 ദിവസം കൂടി കഴിയും തോന്നുന്നു ശരിയാകുമ്പോൾ. പിന്നെ ഇതിലേക്ക് ചുമന്നുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ ഇടണം കേട്ടോ. ഞാൻ ഇട്ടത് ഇത്തിരി കുറഞ്ഞു പോയിണ്ടായിരുന്നു. ഇത്തിരി കൂടുതൽ ചുമന്നുള്ളിയും കറിവേപ്പിലും നല്ലോണം അധികമായിട്ട് ഇടുക. അപ്പോഴാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓലനൊക്കെ റെഡിയായി. അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു, മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് തള വരണ വരെ വെച്ചു. പിന്നെ അതിലേക്ക് ഇത്തിരി കറിവേപ്പിലും, ഇത്തിരി കൂടുതലോ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പിലും പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തള വന്നപ്പോൾ മൂടി വെച്ചു. കഴിഞ്ഞു, നമ്മുടെ ഓലൻ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ ചമ്മന്തിനെ റെഡിയാക്കി എടുക്കുക വേണ്ടോ. ഇത് ശ്രീകുട്ടനും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ പനി പിടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നാവിന് രുചി വരാത്ത കാരണം ഇന്ന് എനിക്ക് ഇതിനൊന്നും ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചമ്മന്തിക്കും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ തേങ്ങാപ്പീര വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അതാ എനിക്കൊരു ചെറിയൊരു ടേസ്റ്റ് കുറവ് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയരുത് കേട്ടോ, ആർക്കെങ്കിലും ഈ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ തേങ്ങാപ്പീര വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയാണ്ടിരിക്കാവും നല്ലത്. അപ്പോൾ അവർ നല്ല ആസ്വദിച്ച് കഴിച്ചോളും. സത്യം പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയില്ലേ. അപ്പം ഞാൻ വറ്റൽമുളക് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ ആ തേങ്ങാപ്പീര മാറ്റിയിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി മൂപ്പിച്ചതിന് ശേഷം ഇടുക ചെയ്തത്. അപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം വറ്റൽമുളകും ചുമന്നുള്ളിയും ഇത്തിരി പുളിയും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ചെമ്മീനും കൂടി കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഈ തേങ്ങാപ്പീരയാണെന്നൊന്നും ഒരാളും കണ്ടുപിടിക്കില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കുള്ളൂ. ഇതങ്ങനെ തന്നെ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടും. പിന്നെ ഞാനത് ഉപയോഗിച്ച് നേരത്തെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് എടുത്തത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്ക് ഒരു ടേസ്റ്റിന് അങ്ങനെ ഞാൻ വിചാരിച്ചാൽ ആദ്യം എരിവ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഉപ്പും കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ലേ വറുത്തേ. പിന്നെ 2ാമത് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇതേപോലെ ഇത്തിരി ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ ഒരു പരിപാടിയും എൻ്റെ കഴിഞ്ഞ് കിട്ടി. പിന്നെ വേഗം വെള്ളയപ്പം പരത്താനായിട്ട് നിന്നു കേട്ടോ. അപ്പോഴേക്കും കസേരയൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളയപ്പം തലേദിവസം പഞ്ചസാര ഇത്തിരി കുറവായിരുന്നത് കാരണം അധികം പഞ്ചസാര ഇട്ടാത്ത കാരണം സോഫ്റ്റ് പാലപ്പം എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിനെ. ഞാനെപ്പോഴും പഞ്ചസാര ഇത്തിരി കൂടുതൽ മുന്നിട്ട് നിൽക്കും എൻ്റെ വെള്ളയപ്പത്തിൽ. അപ്പം നല്ല മൊരിഞ്ഞ വെള്ളയപ്പം കിട്ടും. എനിക്ക് മൊരിഞ്ഞ വെള്ളയപ്പമാണ് കേട്ടോ ഇഷ്ടം. എന്താണെന്നറിയില്ല, നല്ല മൊരിഞ്ഞ വെള്ളയപ്പം ഇഷ്ടം.
അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതും ഉണ്ടാക്കി. അങ്ങനെ വെള്ളയപ്പത്തിൻ്റെ പരിപാടി അതവിടെ ചെയ്തുകൊണ്ടിരിക്കില്ലേ തന്നെ നമുക്ക് ചിക്കൻ കറിയും എന്ത് കറി വേണമെങ്കിലും അതിനിടയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ. വെള്ളയപ്പം ഒരു പണിയേ അല്ല. നമ്മളത് ചുറ്റിച്ച് വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ നമുക്ക് ഓരോ ജോലികൾ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതാ ഒരു കുക്കർ വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചും കണ്ടിട്ട് അതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത്തിരി കൂടുതൽ മല്ലിപ്പൊടി എടുത്തു കേട്ടോ. അന്ന് ഇത്തിരി ചാറോട് കൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരമൊന്നും അരയ്ക്കണില്ല, തേങ്ങാപ്പാൽ ഒഴിക്കണില്ല കേട്ടോ അതിൽ. അപ്പോൾ അത് അതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. വേറെ പൊടികളൊന്നും ഈ ഒരു നേരത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അത് മൂത്തതിന് ശേഷം 1-2 തക്കാളി ഇട്ട് കൊടുക്കുക. അതും ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ തക്കാളി വേവിക്കാൻ നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ടിട്ട് ഇതാ സുഗണ ചിക്കനാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എല്ലും തൊലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ല ടേസ്റ്റുമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 1-2 വിസിൽ കേട്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം. അപ്പോൾ അതാ അങ്ങനെ വിസിലൊക്കെ അടിക്കൽ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഈ ഒരു പരുവത്തിലേക്കുണ്ട്. ഇതിൽ തിരിച്ച് നെയ്യ് ഉണ്ടാവും കേട്ടോ, തൊലിയൊക്കെ ഉള്ള കാരണം. അത് കാരണം അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിയിലും കൂടിയും തൂക്കി കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി വെള്ളയപ്പം എടുത്ത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചിക്കൻ കറിയൊന്നും വലിയ ടേസ്റ്റ് തോന്നണില്ല. ഇവർക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്, എനിക്ക് വായിക്ക് രുചിയില്ലാണ്ടാണ് കേട്ടോ. ഫുഡ് അങ്ങോട്ട് ചില നേരത്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വയ്ക്കാത്ത ഐറ്റംസിന് എനിക്ക് ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഓഫീസിൽ ചെല്ലുമ്പോൾ കൂടെയുള്ള ചേച്ചിക്ക് എന്തെങ്കിലും തരികയെന്ന് വെച്ചാൽ അതിനൊക്കെ കൊടുക്കാത്ത ടേസ്റ്റ്, ഞാൻ വയ്ക്കണതിനൊന്നും ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. എന്താണെന്നറിയില്ല, 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിളമ്പി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. ഞാൻ ശ്രീകുട്ടനും ഒരു ബസ്സിലാണ് പോയത് കേട്ടോ. ഇന്ന് 9:30-ക്കാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. നാളെ തുടങ്ങി 10 മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞു ചെറുപ്പത്തിൽ ചിരിക്കില്ലേ, അതേപോലെയാണ് കേട്ടോ ശ്രീകുട്ടൻ ചിരിച്ചത്. പിന്നെ അതേ വൈകുന്നേരത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ പറയണതൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. വന്നപ്പോഴേക്കും നമ്മുടെ ആദ്യത്തിൻ്റെ വിശേഷം ചോദിക്കലുകളാണ്. അപ്പോൾ ആദ്യത്തെ അവിടെ ചോറും കൈ പിടിച്ച് ഇരിപ്പുണ്ട്. ഷട്ടറൊന്നും ഇടാത്ത കാരണം അവനെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. അവന് പനി മാറി ഒരു പരുവത്തിലിരിക്കും. 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. അവനോട് പിടിക്കുന്നതായിരുന്നു. കണ്ടപ്പോ ക്ഷീണിച്ചു എങ്ങടാ അവന് ജോലി കിട്ടി നിനക്ക് മനസ്സിലായാ? കണ്ടപ്പാ ചെലവ് കൊടുക്കാൻ. ഇതെന്തത് ഇവിടെ പോയടക്കും എല്ലാവരും പോയ പുറത്തേക്ക്. ആ